ദൈവമേ, സമയമായി. അതൊന്ന് ക്ലീൻ ചെയ്തേക്ക്. ആദ്യം ക്ലീൻ ചെയ്തോളാം മാഡം. ആ ഗ്ലാസ് ഒന്ന് എടുത്താൽ ഡെപ്പോയിലോട്ടൊന്ന് ഇട്ടേക്കാവും. ഗ്ലാസ് എടുത്തിടാനോ? തനിക്കോട് എന്താ പണി? താൻ എടുത്തിട്ട്. ഇവരുടെയൊക്കെ കാര്യം. മാഡം എന്താടോ? ഫുഡ് വേസ്റ്റ് ഒന്നും ഇങ്ങനെ വെറുതെ കളയില്ല മാഡം. ആണോ? വേറെ പണിയൊന്നുമില്ലല്ലോ, ചേട്ടൻ അതങ്ങ് ക്ലീൻ ചെയ്തേക്ക്. ദൈവമേ, ഇവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലേ? അയ്യോ ചേട്ടാ, ഇവിടെ ചവിട്ടാവോ? തറ ഉണങ്ങിയിട്ടുണ്ടോ? അത് സാറിയില്ല, ചവിട്ടിക്കോ. അഴുക്ക് പറ്റിയ തുടക്കാൻ ഞാനല്ലോ ഇവിടെ നിൽക്കുന്നത്. അത് വേണ്ട ചേട്ടാ, ഇന്റർവ്യൂവിന് പോകാൻ വന്നാ. വേറെ വഴിയുണ്ടോ അകത്ത് കയറാൻ? ഉണ്ട് മാഡം, അപ്പുറത്തൂടെ പോയാൽ മതി. ഓക്കെ ചേട്ടാ, ശരി. മാഡം ഒരു ഉപകാരം ചെയ്യും. എന്താ ചേട്ടാ? അവിടെ ക്യാനിൽ നിന്ന് കുറച്ച് കുടിവെള്ളം എടുത്ത് തരുമോ? എൻ്റെ കൈയൊക്കെ അഴുക്കായിട്ടിരിക്കുക. അതിനെന്താ ചേട്ടാ, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. എന്താ ചേട്ടാ വെള്ളം? മാഡം താങ്ക്സ്. ഓക്കെ ചേട്ടാ, ഞാനിപ്പോൾ അതുവഴി പോക്കാം. ശരി. ഓ, ഇത് എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം വന്നത്. ടെൻഷൻ ഉണ്ടോ? എന്തിനാ? BCA അല്ല, MCA സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. നല്ല ജോലിയാ, നല്ല സാലറി ഉണ്ട്. എൻ്റെയിലും ഉണ്ട് MCA സർട്ടിഫിക്കറ്റ്, എനിക്കും കിട്ടും. എനിക്കാണെങ്കിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ, കിട്ടുമോന്നറിയില്ല. പിന്നെന്തിനെ കൊണ്ട് കെട്ടി ഒരുങ്ങി വന്നേക്കുന്നത്? വീട്ടിലിരുന്നാ പോരായിരുന്നോ? ഇന്റർവ്യൂ സമയമായി, അതോട്ട് പോ. ആ, എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. സാർ, ഇന്റർവ്യൂവിന് പഞ്ച്വാലിറ്റി ആണ് വലുത്. ഞാൻ ആദ്യം എത്തിയത്. അത് ശരിയാ, എന്തായാലും വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇന്റർവ്യൂ എന്തായാലും കഴിഞ്ഞ്. ഇന്റർവ്യൂ കഴിഞ്ഞെന്നോ? ഇതെന്താ, എപ്പോ കഴിഞ്ഞു? നിങ്ങളിവിടെ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ്. അതിനിടക്ക് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. സാർ, അതിനിപ്പോൾ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ആദർശ്, ആ അപ്പോഴേ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം ആരാ എത്തിയ? ഞാനാ സാർ. ഓ ദാ ഇത് നിങ്ങൾക്കുള്ള പൊട്ടിച്ചു നോക്കൂ. രണ്ടാമത്തെയല്ലേ? ദാ ദാ എല്ലാവരും പൊട്ടിച്ചു നോക്കൂ കേട്ടോ. സാർ, ഇതെന്താ? ഇതെന്താ? രണ്ടുപേരും തുറന്നല്ലോ. ഗ്ലാസും പൊണ്ണും കിട്ടിയില്ലേ? ഇനിയിപ്പോൾ മൂന്നാമത്തെ അനക തുറക്ക്. അത് നിങ്ങൾക്കുള്ള അപ്പോയിൻമെന്റ് ഓർഡറാണ്. നിങ്ങളാണ് സെലക്ട് ആയിരിക്കുന്നത്. സാർ, ഏറ്റവും വൈകി വന്ന അവരല്ലേ, പിന്നെ എങ്ങനെ അവർക്ക് ജോലി കിട്ടും? അത് മാത്രമല്ല, അവർക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. നിങ്ങൾ രാവിലെ വന്നപ്പോൾ ഇയാളെ ശ്രദ്ധിച്ചിരുന്നു? ഇത് തൂപ്പുകാരനല്ല, ഇദ്ദേഹം ഇവിടുത്തെ ഡയറക്ടറും കൂടിയാണ്. സത്യത്തിൽ ഇയാളെ കണ്ടതോട്ടായിരുന്നു നിങ്ങളുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. ഈ കമ്പനി ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് മനുഷ്യപ്പറ്റ് വേണം, അല്ലാതെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല. അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അപ്പോൾ ശരി, കുട്ടി നാളെ തൊട്ട് ജോലിക്ക് വന്നോളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് പോവാം. അതെ, പോകുമ്പോൾ ഗ്ലാസും മണ്ണും കൂടി കൊണ്ടുപോകാം. അയ്യോ, അത് മറക്കണ്ട, അതെന്തായാലും കൊണ്ടുപോകാം കേട്ടോ.